ഞായറാഴ്ചയായിട്ട് ഇച്ചിരി ബീഫ് കഴിക്കാമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴായിരുന്നു അപ്പച്ചിരി വിളി. പെട്ടെന്ന് വന്നാൽ ചേട്ടന്മാരുണ്ടാക്കുന്ന ബീഫ് പെട്ടെന്ന് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനൊരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ആ ഓട്ടം നിന്നത് അപ്പച്ചിയുടെ വീട്ടിൽ. അപ്പോഴത്തേനും രണ്ടുപേരും കൂടെ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പച്ചിയെല്ലാം അരിയാൻ കൂടുമെങ്കിലും ഇതുണ്ടാക്കുന്നത് കാണാൻ നിൽക്കാറില്ല, കാരണം കഴിക്കാറില്ല. ഈ ആമ്പിള്ളേരുണ്ടാക്കുന്ന ഫുഡിന് എന്നാ ടേസ്റ്റ് അല്ലേ എന്ന് നമ്മൾ പെണ്ണുങ്ങൾ പറയാറില്ലേ? അത് വല്ലപ്പോഴും കിട്ടുന്നതുകൊണ്ടായിരിക്കും അല്ലേ? പക്ഷെ എന്നറിയത്തില്ല, ചേട്ടാ വെക്കുന്ന നോൺ വെജിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ചിക്കനും ബീഫൊക്കെ നല്ല സൂപ്പറായിട്ട് വെക്കും. നന്നായി കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞെടുത്ത ബീഫ് കുക്കറിലിടണം. കുക്കറിലേക്ക് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് അരച്ചെടുത്തതും, പിന്നെ മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല ഇതും കൂടെ നോട്ട് ദ പോയിൻറ്റ് നന്നായിട്ട് കൈവച്ച് തന്നെ ഞെരിടാൻ നോക്കണം, എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് കാണത്തുള്ളൂ. ഇത് നേരെ എടുത്ത് ഗ്യാസിലോട്ട് വെക്കുക. കുക്കറിനൊരു 3 വിസിലാകുമ്പം നമ്മുടെ ബീഫ് റെഡിയാകും. ആ സമയം കൊണ്ട് കുറച്ചുകൂടെ വെളുത്തുള്ളി, ഇഞ്ചി ഇത് ചതച്ചിട്ട് ബീഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായ നമ്മുടെ തേങ്ങാക്കൊത്തും കൂടെ എടുത്ത് വഴറ്റിയെടുക്കണം. ഈ വഴറ്റിയെടുത്തതിലോട്ട് നമ്മുടെ ബീഫ് നല്ല വെള്ളമൊക്കെയുള്ള നല്ല ബീഫ് എടുത്ത് നേരെ എടുത്ത് അങ്ങ് തട്ടണം. തട്ടിയിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി നല്ല പരുവത്തിലെടുക്കണം. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചേക്കണേ, എങ്കിലേ ടേസ്റ്റ് കാണത്തുള്ളൂ. ഇതിനെന്തുവാ ചേട്ടാ ഈ പേരിടുന്നതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടാ പറഞ്ഞു ബീഫ് പെരട്ടൻ തന്നെ ആയിക്കോട്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന സ്വാദിഷ്ടമായ ബീഫ് പെരട്ട്. ഈ വെള്ളം മുഴുവൻ വറ്റിച്ച് പെരട്ടി എടുക്കുന്നതുകൊണ്ടാണോ ഇതിനെ പെരട്ടെന്ന് വിളിക്കുന്നത്? അറിയത്തില്ല. എന്തായാലും ബീഫ് പെരട്ട് സൂപ്പറായിരുന്നു. മേലിശാലം കരിവേപ്പിലയും കൂടെ തൂകി കാണാനൊരു ഭംഗിയൊക്കെ ആക്കി കഴിച്ച് നോക്കിയപ്പം സൂപ്പർ ബീഫ് പെരട്ടായിരുന്നു.